ഓക്കെ, എന്താ പേരെന്താ? രഞ്ജിനി. എന്താ റോഡ് തന്നെയായിരുന്നു? അല്ല, ഈ സമയം ഇവിടെ കണ്ടതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. എന്താണ് ഈ സമയം ഒറ്റയ്ക്ക് നിൽക്കാൻ കാരണം? ഞാൻ ചോദിച്ചതല്ല, ഈ സമയത്ത് എന്തിനാ ഒറ്റയ്ക്ക് നിന്നത്? നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ അധികാരമൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം, നിങ്ങൾ അതേ കൂടെ പറയണ്ട. ഇപ്പം ആ ഏരിയയിൽ എന്തിനാ വന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. ഞങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ എന്താണെന്ന് വെച്ചാൽ കാര്യമായിട്ട് കൃത്യമായിട്ട് പറ. നമുക്ക് കൂടുതൽ പണി ഉണ്ടാക്കരുത്. അവളെ അവിടെ എത്തിയത് ഞാൻ വരുന്നു. ഓക്കെ, അപ്പൊ പറ എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് കാര്യമായിട്ട് പറ. എന്റെ വീട് എവിടെ? പനമളി. അച്ഛൻ്റെ അമ്മയുടെ പേര് പേര് പറ. രാജ്കുമാർ. ഓക്കെ, അമ്മയുടെ പേര്? വയസ്സ്? അഡ്രസ് പറഞ്ഞു. അച്ഛൻ്റെ നമ്പർ 447152. അപ്പോൾ അച്ഛനെ നമുക്ക് കാര്യം വിളിച്ച് പറയാം. ഈ രാത്രിയിൽ എന്തിനാ അവിടെ നിന്നെന്ന് നമുക്കറിയണമല്ലോ. ആ, രാജേശ്വരനല്ലേ? ഇപ്പൊ എവിടെയാണുള്ളത്? മോൾ എവിടെയാണുള്ളത് അറിയാവോ? വീട്ടിലുണ്ട്. ഒന്ന് നോക്കിക്കേ. നോക്കിയിട്ട് വേഗം സ്റ്റേഷനിൽ വരാൻ നോക്കാം. ശരി. വീട്ടിൽ നിന്നാണോ വന്നത്? അച്ഛൻ അറിഞ്ഞിട്ടില്ല. ശരി, അച്ഛൻ പറയട്ടെ. പറയരുതെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എനിക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി അതാണ്, പറയണം. നിങ്ങൾക്ക് അധികാരമുണ്ട്, അവിടെ നിൽക്കണം എന്ന് പറയുന്നത് ശരിയല്ല. ഈ രാത്രി ഞങ്ങൾ വിളിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ നാളെ ഞങ്ങൾക്ക് വേറെ കേസിലിട്ട് വരേണ്ടി വരും. നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നല്ലോ. അവിടെ ഇരിക്കും. മോളി, അവളെ അപ്പോൾ നമ്മൾ മാറ്റി വെക്കും. അവൾ എൻ്റെ അടുത്ത് ചൂടാവും. നീ ഒരുപാട് കളിക്കുന്നത് എൻ്റെ അടുത്ത് കേട്ടോ. നിന്നോട് ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. അല്ല, നീ എൻ്റെ അടുത്ത് ഉണ്ടാക്കാൻ വേണ്ട. ഇവിടെ പോലീസൊക്കെ ആണല്ലോ എന്ന് വിചാരം. കളിക്കില്ല നീ. നിന്റെ അപ്പനാദ്യം വരട്ടെ ഇങ്ങോട്ട്. രണ്ടെണ്ണം പറഞ്ഞിട്ടേ ഉള്ളൂ.